ഞാൻ അതിന് ക്ഷമാപണം ചോദിക്കുന്നു. എനിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നേരത്തെ പോകണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ബാക്കി എല്ലാവരും ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. കാഴ്ചയും തമ്മിലുള്ള ബന്ധം കായൽ മാത്രം, പ്രമേയം കൊണ്ടാണെങ്കിലും നീതി കൊണ്ടാണെങ്കിലും ഈ രണ്ട് റോളിലേക്ക് വരുമ്പോൾ കാഴ്ച എത്രത്തോളം വ്യത്യസ്തമായിരിക്കും എന്നാണ് പാർവതി വിചാരിക്കുന്നത്? അതൊരു ഡേ ആൻഡ് നൈറ്റിന്റെ ഡിഫറൻസ് ആണ് ചേച്ചി. അതിലൊരു താരതമ്യപ്പെടുത്താനേ പറ്റില്ല. സുധകുട്ടിയുടെ ലോകവും ഗംഗമ്മയുടെ ലോകവും, എന്നാൽ ആ ലോകത്തിന്റെ ആ സൃഷ്ടിയിലാണ് താരതമ്യപ്പെടുത്താൻ പറ്റാത്തത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം സുധകുട്ടിയുടെ കാര്യത്തില് MT വാസുദേവൻ നായർ സാറിന്റെ കൃതിയാണ്. അദ്ദേഹം ഒബ്സർവ് ചെയ്ത് പരിചയപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ എസൻസ് ആണ് സുധകുട്ടിയിലുള്ളത്. ആ ഒരു കാലഘട്ടത്തിന്റെ ഒപ്പുണ്ട് അതിന്. അതേപോലെ തന്നെയാണ് തങ്കലാനിൽ ഗംഗമാൻ എന്ന് പറഞ്ഞ കഥാപാത്രം 1920കളിലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സമയത്തുള്ള സ്ത്രീകളിലെയാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു പഠനവും അല്ലെങ്കിൽ ആ കാലത്തിലുള്ള സ്ത്രീകൾ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത്, അവർ അണ്ടർഗോ ചെയ്തതിനെ പറ്റിയിട്ട് അത്രയും വലിയൊരു റിസർച്ചും കാര്യങ്ങളും ഡോക്യുമെന്റ്സും ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഡയറക്ടർ പാരഞ്ജിത്തിന്റെ ടീമും എല്ലാവരും എത്രത്തോളം അവർക്ക് എക്സ്കവേറ്റ് എടുക്കാൻ പറ്റും അത്രയും ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് പിന്നെ ഓൺ സെറ്റ് സംസാരങ്ങളിലൂടെയും അഭിനയത്തിലൂടെയും ഒക്കെയാണ് നമ്മൾ ആ ഗംഗമാൾ എന്ന് പറയുന്ന കഥാപാത്രത്തിന് സൃഷ്ടിച്ചത്. ഇതിൽ എനിക്ക് പറയാനുള്ള പാർവതി എന്ന നിലയിൽ എനിക്ക് ഗംഗമാളിലും സുധകുട്ടിയിലും എന്നിലൊക്കെ കാണുന്ന സിമിലർ സ്ട്രീറ്റ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ എത്ര കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ ജീവിക്കുന്ന കൾച്ചറലി പല കാര്യങ്ങളും എന്തൊക്കെ മാറിയാലും ചില സ്ട്രഗിൾസ് ഒക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ചില കഥകൾ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് സോ മെനി ടൈംസ്. നമ്മൾ അതിൽ നിന്ന് ഒരു പാഠം പഠിക്കുന്നത് വരെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ ആലോചിക്കുമ്പോൾ വിതൗട്ട് ഗിവിങ് അവേ ടു മച്ച് തീം വൈസ് ചിലപ്പോൾ ഒരു ത്രെഡ് ഓഫ് കോമണാലിറ്റി ഉണ്ടാവാം. എനിക്ക് ആ ഭാഗ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ സൂൺ അശ്വതി പ്ലീസ്. താങ്ക്സ്. ചോദിക്കില്ല. ദേവസാരോട് നമ്മളൊരു ചോദ്യം ചോദിക്കില്ല. അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ കേട്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു പ്ലാൻ. ഭയം ഭയപ്പെടുന്ന കാര്യമൊന്നുമില്ല. ഇതിനുള്ളിൽ ഇങ്ങനെ നിന്നിങ്ങനെ പോവില്ല, ഇതിനുള്ളിൽ ചെയ്ത് ഇങ്ങനെ കെട്ടിമറന്ന് പോവില്ല. സന്തോഷമായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ അതിങ്ങനെ ഒരുപാട് കാലം സ്വപ്നം കണ്ടതായിരുന്നു സമൂഹത്തെ മനുഷ്യന്റെ സംഭാഷണം കഥാപാത്രമായി മാറിയിരുന്നു. അത് ഒരു ദിവസം രാത്രി പ്രിയദർശൻ സാറിന്റെ കൂടെ സംഭവിച്ചപ്പോഴാണ് വളരെ സന്തോഷം. തീർച്ചയായും വിഷ്ണു ചോദിച്ച ചോദ്യത്തിലുള്ള പ്രസക്തി എനിക്ക് മനസ്സിലാവും. ജോസ് പ്രകാശ് സാർ ഇത് ഒരുപാട് വലിയ വലിയ കഥാപാത്രങ്ങൾ മലയാള സിനിമ സംഭാവന ചെയ്തതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്തു വെച്ചതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് അത് തുടരാൻ ഇപ്പോൾ അത് നമ്മൾ ഈ റിലേയിൽ കൈമാറുക, ബാറ്റും കൈമാറുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അതിൻ്റെ അവസാനത്തെ റൗണ്ടിൽ ഓടിപ്പോകുന്ന ഒരു അത്ലറ്റിൻ്റെ ആ ബാറ്റും വാങ്ങി കൊടുക്കുന്ന ഒരു മൂടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ കല്ലറയിൽ പോയി അദ്ദേഹത്തിൻ്റെ മകനെ കൂട്ടി ഒരു മൗനകാലമാണ്. ഇത് വളരെ ഭൗതികമായ ഒരു വ്യായാമം മാത്രമല്ലെങ്കിൽ ഒരു ആത്മീയമായ ഒരു ഇടപെടൽ കൂടി. ആത്മീയത എന്നുള്ള ഇപ്പോൾ വലിയ പ്രശ്നമാണ് ആ രീതിയിൽ കാണുന്നത്. അപ്പൊ അങ്ങനെയും കൂടിയാണ് ഞാൻ ഇതിനെ സമീപിച്ചത്. അവിടുന്ന് നേരെ MT സാറിന്റെ അടുത്ത് പോകും. അദ്ദേഹത്തോട് നിരന്തരമായിട്ട് എൻ്റെ ഇതായ സംശയങ്ങൾ ചോദിക്കും. കുറേ ഉത്തരങ്ങൾ അധികം പറഞ്ഞു. പക്ഷേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഒന്നും സംസാരിച്ചില്ല. പിന്നെ അശ്വതിനോടൊക്കെ ചോദിച്ചു പറഞ്ഞു. അശ്വതി പറഞ്ഞു, അച്ഛൻ അഭിക്ഷേപനോടാണ് കുറച്ചധികം സംസാരിച്ചത്. അങ്ങനെ ആ സംശയങ്ങളൊക്കെ അങ്ങനെ തുടങ്ങിയായിരുന്നു. മെമ്മറിയൻ സാറ് സന്തോഷമായിട്ട് അറിയാം ആ ഒരു കൊടുക്കുന്നുണ്ടാവുന്നത് എനർജി. പാർവതി മറ്റ് സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ഈ പുസ്തകത്തിൽ അവരുടെ വിശദാംശങ്ങൾ ചോദിച്ച് വാങ്ങിച്ചു വെക്കുക, ഏറ്റവും അധികം ചോദ്യങ്ങൾ സംവിധായകരോട് ചോദിക്കുക, എഴുത്തുകാരോട് സംവിധായകരോട് നിരന്തരം കലയിക്കുക,
ഇപ്പൊ സുധക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ കലഹിക്കാൻ പറ്റാവുന്ന രണ്ടുപേരുമല്ലല്ലോ. അപ്പൊ ഈ സുധക്കുട്ടി ആവാനുള്ള ശ്രമങ്ങൾ അതിനെപ്പറ്റി പറയാം. വളരെ എളുപ്പമായിരുന്നു ആ ഒരു തുടക്കത്തിലുള്ള പ്രിപ്പറേഷൻ ടൈം. ഒബ്വിയസ്ലി അഭിനയിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ സത്യമായിട്ടും 9 ദിവസം ഞാനും നിമിഷൂരി നമ്മുടെ സിനിമാറ്റോഗ്രാഫറും ഇപ്പോഴും സംസാരിക്കുന്ന കാര്യം, ഇപ്പം ഏകദേശം 3 വർഷമായി നമ്മൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ട്. കാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്ത 9 ദിവസത്തിലാണ്. ഈ 9 ദിവസങ്ങൾ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല. ആരും ഓൺ സെറ്റ് നമ്മളൊന്ന് ഫോണിലേക്ക് ഇരുന്ന് നോക്കുക, ഇൻസ്റ്റാഗ്രാം ഒന്നും ജസ്റ്റ് ആ ഒരു ലോകത്ത് തന്നെയായിരുന്നു. അതിൽ തന്നെ നിലനിൽക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. കൂടെ അഭിനയിച്ചിട്ടുള്ള ഹരീഷ് സാറാണെങ്കിലും നരേൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കോൺസ്റ്റന്റ്ലി ആ സീനിനെ പറ്റി സംസാരിച്ച് ആ ഒരു എൻജോയ്മെന്റിലായിരുന്നു. പിന്നെ ഷാംസനാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഷാംസൻ പിന്നെ എല്ലാത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ സിനിമയിൽ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. സുധക്കുട്ടിക്ക് അത് ഒരു പാട്ടിനോട് സംഗീതത്തിനോടുള്ള ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പം ആ പാട്ടുകളും എനിക്കൊരു വലിയൊരു സഹായമായിരുന്നു. മ്യൂസിക്കലി അതൊരു എൻട്രി പോയിന്റ് ആകുക. പിന്നെ അലങ്കാരം, കോസ്റ്റ്യൂം, ഹെയർ സ്റ്റൈൽ, അതൊക്കെ അതിലേക്ക് ഒന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു പോർട്ടലിലൂടെ ഒക്കെ കടക്കുന്ന ഒരു ഫീലായിരുന്നു. സോ എനിക്ക് സത്യം പറഞ്ഞാൽ കാഴ്ചയിലാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ഒന്നാമത് ഷാംസറിന് എന്താണോ വേണ്ടത് എന്നുള്ളത് അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഷാംസർ വന്നിട്ട് ചോദിക്കുള്ളൂ. എന്താണ് പാർവതിയുടെ സ്ട്രഗിൾ ഇവിടെ എന്താണെന്ന് പറയും, നമുക്ക് അതിനനുസരിച്ച്. അല്ലാതെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. എന്തെങ്കിലും കാരണത്തിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സാർ ചോദിക്കും എന്താണ് പാർവതിക്ക് എവിടെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് പറയും, അതിനനുസരിച്ച് നമുക്ക് we will work it together എന്നായിരുന്നു. So and I also had MT Vasan's wife, എൻ്റെ വല്യമ്മയായിട്ട് അഭിനയിച്ചത് മാമാണ്. അതേപോലെ അശ്വതി ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ ഒരു സീനിൽ. അപ്പം എനിക്ക് തോന്നുന്ന കളക്റ്റീവ്ലി ആയിട്ട് അനുഗ്രഹം ഇങ്ങനെ കവർ ചെയ്ത് കലാകാരന്മാരെന്നുള്ള രീതിയിൽ സിനിമ കാണാനും അല്ലെങ്കിൽ സീരീസ് കാണാനൊക്കെ ആളുകളെ നമ്മൾ ക്ഷണിക്കുന്നതിൽ വല്ലാത്തൊരു ഔചിത്യക്കുറവ് കൂടി ഉണ്ടല്ലോ ഈ സമയത്ത്. പൂർണ്ണമായിട്ടും നമ്മുടെ നാട് ഒരു വലിയ ദുരിതത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പൊ മരിയ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് നബിയിലെ ഒരു ഡെസേർട്ടിൽ അവിടുത്തെ ആളുകൾ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആളുകൾ എടുത്തിരുന്ന ഒരു ഉത്തരവാദിത്വ ബോധത്തെ പറ്റി പാർവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോയ ക്രൂവാണ് വേസ്റ്റ് ഇട്ടിരുന്നത്, അവിടുത്തെ ആളുകൾ അത് വൃത്തിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അവിടുത്തെ പുറമേയുള്ള പല ആളുകളും പ്രകൃതിയോടൊക്കെ അത്രയുള്ള ഉത്തരവാദിത്തം കാണിക്കുമ്പോൾ നമ്മളെവിടേക്കോ അത് മറന്നു പോകുന്നതിനൊരു വലിയ പ്രശ്നമുണ്ടെന്നും അത് നമ്മൾ ഹൈ ടൈം നമ്മൾ അതിനെ ശരിയാക്കേണ്ട ഒരവസ്ഥയുമാണ് വയനാട് ദുരന്തത്തിലേക്ക് പരിസ്ഥിതിയിലുള്ളതെന്ന് ആണോ പാർവതി മനസ്സിലാക്കിയിട്ടുള്ളത്? താങ്ക് യു വിഷ്ണു. ആക്ച്വലി വിഷ്ണു അതിന് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. മലയാളം എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമല്ല, പല സിനിമകളിലും നമ്മളിപ്പോൾ യൂറോപ്പിൽ പല സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു, അവിടെ ചെറിയ സിസ്റ്റംസ് ആണ് ഇൻ പ്ലേസ്. അത് നമ്മൾ നമ്മുടെ സിറ്റിസൺസിനെ മാത്രമല്ല ബ്ലെയിം ചെയ്യേണ്ടത്. അത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ വരേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. അതിൽ ചെറിയ ആലസ്യങ്ങൾ വരുമ്പോഴാണ് പിന്നെ അതിങ്ങനെ കൂടി വന്നിട്ട് അതൊരു വലിയ ദുരന്തത്തിലേക്കൊക്കെ എത്തുന്നത്. ഇതിലൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴതിനുള്ള സമയമല്ല. ഇപ്പം കൂടെ വയനാട്ടിലുള്ള എല്ലാവരുടെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷെ മറവി എന്നുള്ളത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ക്രിറ്റിസിസം കൊടുക്കുമ്പോഴും അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. എത്ര അവയർനെസ് ഉണ്ടാകണം നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഈ അവയർനെസ് ഉണ്ടാക്കാൻ എത്ര കൺസിസ്റ്റന്റ് ആയിട്ടാണ് അവയർനെസ് ഉണ്ടാകുന്നത്? അതും ഇങ്ങനെ ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. പിന്നെ ഓരോ പൗരനും തോന്നുന്ന ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, പണിഷ്മെന്റ് എന്ന് പറയുന്ന പോലെ പ്രിവെന്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു പണിഷബിൾ ഒഫൻസ് ആയിട്ട് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പക്ഷെ അറ്റ് ദിസ് പോയിന്റ് ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കേണ്ടത് എത്ര വേഗം നമ്മൾ റീഹാബിലിറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്. പക്ഷെ കറക്റ്റായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല സർ. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് കഴിയുമ്പോൾ
അതിൻ്റെ ആ ഒരു പ്രോപ്പർ അതിൻ്റെ ഒരു ഉണ്ടാവും. അത് ഞാൻ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ എസ്പെഷ്യലി ചേച്ചി സംസാരിച്ചും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇതൊരു ഗ്ലോബൽ സ്കെയിലാണ്. നമ്മൾ MT വാസുദേവൻ നായർ സർ നമ്മുടെ ഒരു അഭിമാനമാണ്. അപ്പം അത് ഗ്ലോബൽ സ്കെയിലിലേക്ക് ചെല്ലുമ്പോൾ തിയേറ്ററിക്കലി ആ വഴി വേണ്ടി പോകാമായിരുന്നു. പക്ഷേ ഈ ചോയ്സ് കുറേയും കൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് അഗ്രി ചെയ്യുന്നു. ആൻഡ് ജസ്റ്റ് വൺ സെക്കൻഡ്, ഞാൻ എൻ്റെ കോസ്റ്റാർസിനോട് എല്ലാവരും പറയേണ്ടിയിരിക്കുന്നതാണ്, ഞാൻ ആദ്യം ഇത്രയും സംസാരിക്കുന്നതിലേക്ക് പോകാനുള്ളതുകൊണ്ടാണ് കേട്ടോ. നടുവിലുള്ള ചോദ്യങ്ങൾ വരാത്തത് അതുകൊണ്ടായിരിക്കും. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദാറ്റ്. യെസ്, താങ്ക്സ്. ആദ്യമായിട്ട് അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് അച്ഛൻ മാത്രമല്ല നമ്മളെ അല്ലാതെ വലിയ ഉത്തരവാദിത്തമാണ് മലയാളികൾ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് ഡിസ്ക്രിപ്റ്റീവായിട്ട് പിതാവിലാണ് എന്താണ് അദ്ദേഹമായിട്ട് ഒട്ടുകാലങ്ങളില്ല. പക്ഷേ അദ്ദേഹം അവരുടെ വലിയതായിട്ട് ഇമ്പാക്ട് ചെയ്ത ഒരാളാണ് സമയത്ത് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ നിങ്ങളോട് സ്ക്രിപ്റ്റായി ഡയറക്ടറൊന്നും ചെയ്തില്ല. സത്യം പറഞ്ഞാൽ അങ്ങനൊരു ഇന്ററാക്ഷൻ നടന്നിട്ടില്ല. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് അത് വേറൊരു ഡയറക്ടർ ചെയ്യേണ്ടതായിരുന്നു. ഒരു ബോളിവുഡ് ആക്ട്രസിനെ വെച്ച് ചെയ്യേണ്ട സിനിമയായിരുന്നു. ചില പ്രത്യേക സാഹചര്യം കൊണ്ടത് നടന്നില്ല. അപ്പം ആ കഥ തന്നെ മാറ്റി വെക്കാം എന്നാണ് ആദ്യം തീരുമാനിച്ചത്. വേറൊരു കഥ പ്ലാൻ ചെയ്യാം. പക്ഷേ എൻ്റെ പ്രൊഡ്യൂസേഴ്സിന് വളരെ നിർബന്ധമായിരുന്നു ആ കഥ വേണം. ആ പ്ലാറ്റ്ഫോമിനും ആ കഥയോട് ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ പല സൂം മീറ്റിങ്ങിലും ഈ കഥ നെറേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. ഒരു റൈറ്ററിൻ്റെ പെർസ്പെക്റ്റീവിന് ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നെറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു അവരെന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. അല്ലാതെ ഞാൻ ഒരിക്കലും ഡിറക്ഷൻ എൻ്റെ അജണ്ടയിലുള്ള കാര്യമില്ല, അത് സംഭവിച്ചതാണ്. കുറേ ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചു. പിന്നെ അച്ഛനോട് ഇത് അവതരിപ്പിക്കാനുള്ള ധൈര്യം കൂടി എനിക്കുണ്ടായിട്ടില്ല, എല്ലാ കാര്യം പറയാറ്. അത് സുധീറും പിന്നെ സരിഗമയുടെ ആൾക്കാരൊക്കെയാണ് പോയി പറയുന്നത്. അപ്പം അത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ എന്നാണ് അവിടുന്ന് വന്ന ഉത്തരം. അതിനുശേഷം ഞാൻ സ്ക്രിപ്റ്റ് പലമുറി വായിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കാലഘട്ടം 1988-89 കാലഘട്ടമാണ് കഥ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംശയമുള്ളതിൽ മാത്രമേ ഞാൻ പോയി ചോദിച്ചുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. പ്രിവ്യൂ എല്ലാ സിനിമകളിലെയും അച്ഛൻ കണ്ടതാണ്. വിൽപ്പന കണ്ടതിന് ശേഷം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കാര്യങ്ങൾ, ചില കഥകളിൽ ചില സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വിൽപ്പന കണ്ടതിന് ശേഷം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാനിപ്പോൾ പറയുന്നില്ല.